അല്ലു അർജുൻ ചിത്രം പുഷ്പ 2 പ്രദർശനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് സ്ത്രീ മരിക്കാനിടയായ സംഭവത്തിൽ വീഴ്ച വരുത്തിയെന്നാരോപിച്ച് സന്ധ്യ തിയേറ്റർ മാനേജ്മെന്റിന് ഹൈദരാബാദ് പോലീസ് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. ഡിസംബർ 12-നാണ് നോട്ടീസ് നൽകിയതെന്നാണ് വിവരം. തിയേറ്റർ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായ 11 വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പോലീസ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഡിസംബർ 4-ന് രാത്രി നടൻ അല്ലു അർജുൻ എത്തിയ വിവരം ലോക്കൽ പോലീസിനെ അറിയിക്കുന്നതിൽ തിയേറ്റർ മാനേജ്മെന്റ് പരാജയപ്പെട്ടതുൾപ്പെടെ നിരവധി കാര്യങ്ങളാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. അല്ലു അർജുൻ അടക്കമുള്ള പ്രധാന അഭിനേതാക്കൾ എത്തുമ്പോൾ ജനം തടിച്ചുകൂടുമെന്ന് അറിയാമായിരുന്നിട്ടും മാനേജ്മെന്റ് ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തിയില്ലെന്നും നോട്ടീസിലുണ്ട്. സിനിമ കാണാനെത്തുന്നവർക്കായി എൻട്രി എക്സിറ്റ് പോയിന്റുകൾ പ്രദർശിപ്പിക്കുന്ന ശരിയായ സൈൻ ബോർഡുകൾ ഇല്ലായിരുന്നു. കൂടാതെ തിയേറ്ററിന് പുറത്ത് നിയമവിരുദ്ധമായി വലിയ ഫ്ലെക്സുകൾ സ്ഥാപിക്കുകയും ഇതുവഴി ആരാധകർ കൂടാൻ മാനേജ്മെന്റ് പ്രോത്സാഹിപ്പിച്ചതായും നോട്ടീസിൽ ആരോപിക്കുന്നുണ്ട്. ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പ്രധാന ഗേറ്റുകളിൽ മതിയായ സുരക്ഷ ഒരുക്കിയില്ല. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇതും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാൻ കാരണമായെന്ന് നോട്ടീസിൽ പറയുന്നുണ്ട്. ഇത്രയും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, സിനിമാറ്റോഗ്രാഫ് ലൈസൻസ് റദ്ദാക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്നും നോട്ടീസിൽ ചോദിക്കുന്നുണ്ട്. 10 ദിവസത്തിനുള്ളിൽ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകണം. മറുപടി തൃപ്തികരമല്ലെങ്കിൽ ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള തുടർ നടപടി സ്വീകരിക്കും. ഡിസംബർ 4-നാണ് അല്ലു അർജുന്റെ ആരാധിക കൂടിയായ 35-കാരി തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ മകന് അല്പം മുൻപ് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചിരുന്നു. അതേസമയം തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ തനിക്കെതിരെ ഫയൽ ചെയ്ത FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നടൻ അല്ലു അർജുൻ രംഗത്തെത്തിയിരുന്നു. പണം ഞങ്ങൾ തരും ആവശ്യമുന്നയിച്ചുകൊണ്ട് അദ്ദേഹം തെലങ്കാന ഹൈക്കോടതിയും സമീപിച്ചിരുന്നു. ഭാരതീയ ന്യായ സംഹിത 105, 118, 1 വകുപ്പുകൾ പ്രകാരമാണ് ചക്കാടപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. തിയേറ്ററിന്റെ ഉടമകളിലൊരാൾ, സീനിയർ മാനേജർ ഉൾപ്പെടെ 3 പേർ അന്വേഷണത്തിനിടെ അറസ്റ്റിലായിട്ടുമുണ്ട്. രാത്രി 9:30ഓടെയായിരുന്നു അല്ലു അർജുനും കുടുംബവും തിയേറ്ററിലെത്തിയത്. തുറന്ന ജീപ്പിൽ താരത്തെ കണ്ടതോടെ ആളുകൾ തിക്കിത്തിരക്കിയെത്തുകയായിരുന്നു. ആളുകളെ താരത്തിന്റെ സെക്യൂരിറ്റി ടീം മർദ്ദിക്കുകയും ഇത് തിക്കിനും തിരക്കിനും കാരണമാവുകയുമായിരുന്നു. തുടർന്നാണ് പോലീസ് ലാത്തിചാർജ് നടത്തിയത്. അല്ലു അർജുന്റെ സെക്യൂരിറ്റി ടീം വീഴ്ച വരുത്തിയതാണ് ഇത്രയും വലിയ ദുരന്തത്തിന് വഴിവെച്ചത് എന്നാണ് ഹൈദരാബാദ് സെൻട്രൽ സോൺ DCP പറഞ്ഞത്.